ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ അനിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഭയങ്കരമാകാണ്. അത് ആദർശിനെ നയനെയൊക്കെ ബാധിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം നന്ദുവും അനിയും തമ്മിലുള്ള വിവാഹമൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട് ആദർശ്. അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പിന്നെ നന്ദുവും അനിയും വിവാഹം കഴിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ അനാമിക വീണ്ടും ആ ഡിവോഴ്സ് പെറ്റീഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് വരുന്നത്. അങ്ങനെ നന്ദുവും അനന്തപുരിയിൽ അനിയോടൊപ്പം തന്നെ താമസിക്കുകയാണ്. അത് നമ്മുടെ അനാമികയ്ക്ക് ഇങ്ങ് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് കേട്ടോ. അനാമിക നന്ദുവിനോട് ഇറങ്ങിപ്പോകാനൊക്കെ പറയുന്നുണ്ട്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദർശ നയനയെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഒരുപാട് സന്തോഷമാവുക. അവർ തമ്മിൽ പറയുന്നുണ്ട് കേട്ടോ, എടോ എന്തായാലും ആദർശ നയനയെ വിളിച്ചുകൊണ്ട് വന്നല്ലോ, എനിക്കൊരു പേടിയുണ്ടായിരുന്നു കളി കാര്യമാവുമെന്ന്. ദേവയാനി നയനെ എത്രയ്ക്ക് സ്നേഹിച്ചു വന്നപ്പോഴേക്കും ഇനി ആദർശ് അവളെ വേണ്ടെന്ന് വയ്ക്കുമെന്നൊരു പേടി. പക്ഷെ അതൊക്കെ മാറി. നയനമോള് നന്മയുള്ളവളാ, അവളാണ് ഈ കുടുംബത്തിൻ്റെ വിളക്ക്. അവളെ കൈവിട്ട് കളയാൻ നമ്മുടെ കുടുംബത്തിൽ ആർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതൊക്കെ നേരാ. ദേ അനാമികയുടെ കാര്യം കണ്ടില്ലേ, നയന വന്നതുപോലെ തന്നെ ഈ വീട്ടിലേക്ക് വന്ന് കയറിയവളാ അനാമികയും. അനിയാണെങ്കിൽ പാവം, അവൻ്റെ ജീവിതം പോയി അനാമിക വന്നതോടുകൂടി. ഇതൊന്നും വേണ്ടിയിരുന്നില്ലായിരുന്നു എന്ന് ഇപ്പം തോന്നുക. അന്നേ അനി ഈ നന്ദുവിൻ്റെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അത് തന്നെ അങ്ങ് നമുക്ക് നടത്തി കൊടുത്താൽ മതിയായിരുന്നു, കുട്ടികൾ സന്തോഷത്തോടെ ജീവിച്ചേനെ. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, അതെ അന്ന് നമ്മളത് അറിഞ്ഞില്ലല്ലോ. അതിനൊക്കെ ശേഷം വളരെ വൈകിയല്ലേ പറഞ്ഞത്. അനിയാണെ അനാമികയുമായുള്ള വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. പിന്നെ നമ്മളെന്ത് ചെയ്യാനാ? ഇനിയിപ്പം വരുന്ന പോലെ തരട്ടെ, എല്ലാം കുട്ടികളുടെ വിധിയാണെന്ന് വിചാരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം ദേവയാനി നയനെ തിരിച്ചു വന്നെന്നറിയുമ്പോഴേക്കും നയനെ വന്ന് കെട്ടിപ്പിടിക്കുക. എന്നിട്ട് പറയാണ്, മോളെ നീ വന്നല്ലോ, മോള് വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങി വന്ന് നന്ദാവനത്തിൽ വന്ന് ജീവിച്ചേനെ. എനിക്ക് മോളില്ലാതെ പറ്റില്ല എന്ന് പറയുക. അപ്പം ഇത് കേട്ടോണ്ട് നമ്മുടെ ജലജ അങ്ങോട്ട് വരിക. ജലജ ചോദിക്കുക, ഏടത്തി ഇപ്പം മലക്കം മറഞ്ഞല്ലോ, ഇതൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പം കരൾ തന്നതുകൊണ്ടാണ് ഏടത്തിക്ക് ഇവളോട് സ്നേഹം ഉണ്ടായത്, അല്ലെങ്കിൽ ഇപ്പോഴും ശത്രുവായിട്ട് തന്നെ ഇരുന്നേനെ എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയാ, അതുകൊണ്ടല്ലേ ഇവള് കരൾ തന്നത്. എനിക്കറിയായിരുന്നു, എനിക്ക് വേണമെങ്കിൽ കരൾ തരായിരുന്നു വല്യമ്മയ്ക്ക്. പക്ഷേ അങ്ങനെയുള്ള പ്രീതിയൊന്നും വേണ്ടെന്ന് ഞാൻ തന്നെ വിചാരിച്ചിട്ടാണ്. അതൊക്കെ ഇത്തിരി കൂടിപ്പോവില്ലേ? എനിക്ക് വല്യമ്മയ്ക്ക് കരൾ തന്നാൽ വല്യമ്മയ്ക്ക് എന്നോട് സ്നേഹം തോന്നുകയും വല്യമ്മയുടെ സ്വത്തുക്കളൊക്കെ എനിക്ക് കിട്ടുകയും ചെയ്യുമെന്ന് മറ്റുള്ളവർ പറഞ്ഞു നടക്കില്ലേ? ഞാൻ അതിനു വേണ്ടി ചെയ്തതാണെന്ന് എല്ലാവരും പറയും. പക്ഷേ നയന ചെയ്തത് അതിനു വേണ്ടി തന്നെയാണ്. ഒരു നേട്ടവും കാണാതല്ല ഇവള് ചെയ്തതെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്താ, അവൾക്ക് അനന്തപുരിയിൽ ഏറ്റവും വലിയ സ്ഥാനവും കിട്ടി, വല്യമ്മയുടെ സ്നേഹവും കിട്ടി. ഇനി വല്യമ്മയുടെ കയ്യിൽ നിന്ന് എന്ത് വേണേലും കിട്ടുമല്ലോ. അതിനു വേണ്ടി അന്ന് അവൾ ചെയ്തതാ, അല്ലാതെ ഒന്നും കാണാതെ അവൾ കരൾ സ്നേഹത്തോടെ തന്നതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ജാനകിയും പറയാ, ശരിയാ, ഭയങ്കര വക്രബുദ്ധി ഉള്ളവരാ ഗോവിന്ദൻ്റെയും കനകയുടെയും മക്കള്. 3 പേരും. ഇളയ അവള് നന്ദു, അവളിപ്പോഴും കണ്ടില്ലേ അനി വിവാഹം കഴിഞ്ഞിട്ടും അവൻ്റെ പുറകെ നടക്കുന്നത്. അവൾക്കും എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ വലിഞ്ഞു കയറണമെന്നാ. പക്ഷെ ഈ ജാനകി ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കാൻ പോകുന്നില്ല. എന്തായാലും അവളുടെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അതേസമയം നന്ദുവിൻ്റെ പേരിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കനക നന്ദുവിൻ്റെ വിവാഹമൊക്കെ ഉറപ്പിക്കുക. മറ്റൊരു പുരുഷനുമായിട്ട് വിവാഹം ഉറപ്പിക്കുകയാണ്, ഒരു കോടീശ്വര പുത്രനും ഒക്കെ ആയിട്ട്. അങ്ങനെ നന്ദു ആദ്യമൊക്കെ എതിർക്കുമെങ്കിലും ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പം നന്ദു ആ വിവാഹത്തിന് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരുടെയും ഇഷ്ടമാണെങ്കിൽ അതുപോലെ അങ്ങ് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹം നടത്തുകയാണ്. അങ്ങനെ വിവാഹ നിശ്ചയം നന്ദുവിൻ്റെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അനി മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആവുകയാണ്. അനാമികയാണെങ്കിൽ അനിയെ വെല്ലുവിളിച്ചുകൊണ്ടേ ഇരിക്കുക. കണ്ടില്ലേടാ, നിന്റെ കാമുകിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു, നിനക്ക് അവളുടെ കൂടെ സുഖിച്ച് ജീവിക്കാമെന്നുള്ള വിചാരം ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ അത് നടക്കാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് സമാധാനമായെന്ന് പറയാ. അപ്പോൾ അനി പറയുന്നുണ്ട്, എന്നാൽ നീ എനിക്ക് ഡിവോഴ്സ് താ, ഞാനും നന്ദുവും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നത് വിചാരിച്ചല്ലേ നീ അതിന് സമ്മതിക്കാതിരുന്നത്. ഇനിയെങ്കിലും ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിട്ടുകൂടെ? ഞാൻ സ്വസ്ഥമായിട്ട് ജീവിച്ചോളാം, നീ ഈ പേപ്പറിലൊക്കെ ഒപ്പിട്ടതാ
എന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, ഇല്ല, ഞാനൊരു പേപ്പറിൽ ഒപ്പിട്ട് തരുമെന്ന് നീ വിചാരിക്കണ്ട. ഈ സ്വത്തുക്കളുടെ എല്ലാം വീതം കിട്ടാതെ ഞാനൊരു പേപ്പറിൽ ഒപ്പിട്ട് തരില്ല. അപ്പോൾ അനി പറയാ, എന്ത് വേണേലും കോമ്പൻസേഷൻ തരാം, നീ ഒന്ന് ഒപ്പിട്ട് തന്നാൽ മതി. ഇനിയിപ്പോൾ നീ ഇത് ഒപ്പിട്ട് തന്നില്ലെന്നുണ്ടെങ്കിൽ അനാമികെ, നിന്നെ ഈ സ്വത്തൊന്നും ഞാൻ തീറ്റിക്കല്ല, ഞാൻ പോയി ആത്മഹത്യ ചെയ്യും. അത്രയും വയ്യാത്തൊരവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ശവം ഞാൻ നിന്നെക്കൊണ്ട് തീറ്റിക്കും എന്നൊക്കെ പറയുമ്പോൾ അനാമിക പേടിച്ചു പോവാണ്. ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവനെങ്ങാനും ആത്മഹത്യ ചെയ്തു പോയാൽ എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടില്ലല്ലോ. ഈ അനന്തപുരിയിൽ തന്നെ ആട്ടി ഇറക്കുകയും ചെയ്യും. ഇത്രയും നാളും കഷ്ടപ്പെട്ടത് വെറുതെ ആവും. അതുകൊണ്ട് തൽക്കാലം ഇവനെ ഒന്ന് പിടിച്ചു നിർത്താൻ ഈ പേപ്പറിലൊന്ന് ഒപ്പിട്ട് കൊടുക്കാം എന്നിങ്ങനെ വിചാരിക്കണം. അങ്ങനെ പേപ്പറിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് അനാമിക. അപ്പോൾ എനിക്ക് സമാധാനമാവുകയാണ് കേട്ടോ. എന്തൊക്കെയായാലും നന്ദു വിവാഹം കഴിഞ്ഞ് സന്തോഷമായിട്ട് ജീവിച്ചാലും അനാമികയുടെ കയ്യിൽ നിന്ന് താനൊന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് അനിയും ഓർക്കാണ്. അങ്ങനെ നന്ദുവിൻ്റെ വിവാഹമൊക്കെ വരികയാണ്. എല്ലാം നല്ല സന്തോഷപൂർവ്വം നടത്തി കൊടുക്കുകയാണ്. ആദർശും നയനയും എല്ലാവരും, കനകയും ഗോവിന്ദനും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ വിവാഹ ദിവസം വരുവാണ്. അതേസമയം അനാമികയ്ക്കും ജാനകിക്കും ജലജയ്ക്കും ഒന്നും ഇത് സഹിക്കാനേ പറ്റുന്നില്ല. നന്ദുവിനെ വിവാഹം കഴിക്കുന്ന ഒരു കോടീശ്വരനാണ്. കനകയുടെയും ഗോവിന്ദൻ്റെയും മക്കളെല്ലാം കോടീശ്വരന്മാരെ വിവാഹം കഴിക്കുന്നു. എന്ത് യോഗ്യതയാണ് അവർക്കതിനുള്ളത്? ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണമെന്ന് ജലജ പറയാണ്. ജലജ പറയുന്നുണ്ട്, എന്തായാലും പയ്യൻ്റെ വീട്ടുകാരെ ഞാനിത് അറിയിക്കും. നന്ദുവിൻ്റെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ലെന്നും നന്ദുവിന് അനിയുമായിട്ട് അവിഹിത ബന്ധമാണെന്നൊക്കെ ഞാനങ്ങ് പറഞ്ഞ് പരത്താൻ പോവാണെന്ന് പറയാണ്. അപ്പോൾ ഉടനെ അനാമികയും പറയാം, ശരിയാ, അപ്പോൾ അവളുടെ കല്യാണം മുടങ്ങും. അവൾ അങ്ങനെ കോടീശ്വരനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നൊന്നും കാണാൻ എനിക്ക് വയ്യ. പക്ഷേ ഇനി കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ അനിയുടെ അടുത്തേക്ക് വരുമോ എന്നുള്ള കാര്യത്തിലാണ് സംശയം എന്ന് പറയാണ്. അപ്പം ജാനകി പറയുന്നുണ്ട്, എന്തായാലും നന്ദുവിനെ മരുമകളായിട്ട് എൻ്റെ വീട്ടിലേക്ക് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പം അനിയുടെ ഭാര്യയായിട്ട് നന്ദു വരില്ലെന്ന് പറയാം. അപ്പോൾ അനാമിക പറയാണ്, ഞാനാണെ അവന് ഡിവോഴ്സ് കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ അങ്ങനെ ആവുമ്പോഴേക്കും അവൻ ആ നന്ദുവിനെ കയറി എങ്ങാൻ കെട്ടിയാലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഇതിനൊരു തരികിട പണി ചെയ്യണം. ഞാൻ കൊടുത്ത ആ ഡിവോഴ്സ് പേപ്പർ ക്യാൻസൽ ചെയ്യണം. ആ ക്യാൻസലേഷന് വേണ്ടിയിട്ട് അനി കൂടി ഒപ്പിടണം. അവൻ ഒപ്പിട്ട് തരികയല്ലോ എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, അതെ, അനിയല്ലേ ഒപ്പിട്ട് തരാതിരിക്കുള്ളൂ, അവൻ്റെ ഒരു കള്ളയൊപ്പം അങ്ങോട്ട് ഇടണം എന്ന് പറയണം. അതെങ്ങനെയാ? എനിക്ക് അവൻ്റെ ഒപ്പൊന്നും ഇടാൻ അറിയില്ല എന്ന് അനാമിക പറയുക. അപ്പം ജലജ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് അനാമികെ, നീ അഭിയോട് പറ, അവൻ ഈ ലോകത്ത് ആരുടെയും കള്ളയൊപ്പിടും. അവൻ അതിനൊരു പ്രത്യേക കഴിവുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ അനാമിക ചെന്ന് അഭിയെ കണ്ട് സംസാരിക്കുകയാണ് അഭിയോട്. അപ്പം കുരുട്ടുബുദ്ധി കുശുമ്പം പിടിച്ച അഭി പറയാണ്, ശരിയാ, ഞാൻ ചെയ്തു തരാം. എന്തായാലും ആ നന്ദു അവൾ ഇങ്ങോട്ട് വരരുത്. അവളുടെ ചേച്ചിയെ കൊണ്ട് തന്നെ സഹിക്കാൻ വയ്യ. ഇനിയിപ്പോൾ അവളും കൂടി വന്നാലോ? അതുകൊണ്ട് ഞാൻ എവിടെ വേണേലും ഒപ്പിട്ട് തരാം, ആരുടെ വേണേലും ഒപ്പിട്ട് തരാമെന്ന് പറയാണ്. അങ്ങനെ ആ പേപ്പറിൽ, ക്യാൻസലേഷൻ്റെ പേപ്പറിൽ അനാമികയും അതുപോലെ അനിയുടെ കള്ളയൊപ്പിടുകയാണ് കേട്ടോ അഭി. അങ്ങനെ അതൊക്കെ ഇട്ട് ആ പേപ്പറൊക്കെ കൈ വച്ചിരിക്കുകയാണ് നമ്മുടെ അനാമിക. അതിനുശേഷം നന്ദുവിൻ്റെ വിവാഹം അവർ നൈസായിട്ട് അങ്ങ് മുടക്കുകയാണ്. ചെറുക്കൻ വീട്ടുകാരെ വിളിച്ച് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് വിവാഹം വേണ്ടെന്ന് വപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരോട് പറയുന്നുണ്ട്, എങ്ങനെ പോയാലും ഈ നന്ദുവിൻ്റെ സ്വഭാവം ശരിയല്ല. അവൾ വിവാഹത്തിന് മുമ്പേ ഈ അനിയുടെ പുറകെ നടന്നതാ. അവളുടെ ചേച്ചിമാർ രണ്ടും ശരിയല്ല. എങ്ങനെയാണ് ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഗോവിന്ദൻ്റെയും കനകയുടെയും മക്കൾ കോടീശ്വരന്മാരുടെ വീട്ടിൽ അനന്തപുരിയിൽ വന്ന് കയറിയതെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? എന്താ കാര്യം എന്നറിയില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അനാമിക വേറൊരു ആളെ കൊണ്ടാണ് കേട്ടോ ഇതെല്ലാം പറയിപ്പിച്ച് അവർ ധരിപ്പിക്കുകയാണ്. നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മുടക്കി എന്നുള്ള കാര്യം വരും. അതുകൊണ്ട് കുറച്ച് പണം കൊടുത്ത് സംഗീത എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് ഈ വിവാഹം അങ്ങ് മുടക്കിക്കുകയാണ്. വിവാഹം മുടക്കിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദുവിനെ കൊണ്ട് പറയാവുന്ന അത്ര
അത്രയും മോശം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പയ്യൻ്റെ തള്ള പറയുന്നുണ്ട്, വേണ്ട, ഇനി ഈ വിവാഹം വേണ്ട, എൻ്റെ മോൻ ആ പെണ്ണ് വേണ്ട. അപ്പം പയ്യൻ പറയുന്നുണ്ട്, അവൾക്ക് അങ്ങനെ സ്വഭാവ ദൂഷ്യമൊന്നുമില്ല, ഇതൊക്കെ അസൂയക്കാർ പറഞ്ഞ് പരുതുന്ന അമ്മയെന്ന് പറയുമ്പം അവർ പറയാണ്, എന്ത് അസൂയക്കാരായാലും ശരി, ഈ വിവാഹം വേണ്ട. അവൾ ഇനിയും വിവാഹം കഴിഞ്ഞ് നിന്നെ ഇട്ടിട്ട് ആ അനിയുടെ പുറകെയോ വേറെ ആരുടെയെങ്കിലും പുറകെയോ പോവില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? എന്തായാലും നമ്മുടെ കുടുംബത്തിന് ഇങ്ങനൊരു ബന്ധം വേണ്ട. അവർ നല്ല കുടുംബക്കാരാണല്ലോ, നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണല്ലോ, അതുപോലെ തന്നെ അനന്തപുരിയിലേക്കാണല്ലോ അവരുടെ പെൺമക്കളെ കെട്ടിച്ചു വിട്ടതെന്നൊക്കെ ഓർത്താണ് ഈ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത്. പക്ഷേ ഈ നിമിഷം ഞാൻ പറയുകയാണ് ഈ വിവാഹം വേണ്ട എന്ന്. അങ്ങനെ വിവാഹം വേണ്ടെന്ന് വെക്കുകയാണ് കേട്ടോ. അവർ വിവാഹ ദിവസം വിളിച്ചാണ് ആദർശിനെ ഇത് അറിയിക്കുന്നത്. അപ്പോൾ ആദർശ് ആകെപ്പാടെ അന്തം വിട്ടു പോവാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആ മുഹൂർത്തത്തിൽ ആ വിവാഹം നടന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. എല്ലാ ഒരുക്കങ്ങളും ആയതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പം ഗോവിന്ദന് എന്തെങ്കിലും വിഷമം വന്നാലോ, അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊക്കെ ഓർത്തിട്ട് ആദർശ് പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയാണ്. എന്തായാലും അനിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം. അനി ഇപ്പോൾ ഡിവോഴ്സായൊക്കെ നിൽക്കുകയാണ്. നന്ദുവും അനിയും തമ്മിലുള്ള ജീവിതമായിരിക്കും ഒന്നിച്ചു പോകുന്നത്. ജ്യോത്സ്യനും അന്ന് പറഞ്ഞു, ദൈവനിശ്ചയമോ അതായിരിക്കും ചിലപ്പം. എന്തായാലും അനിയോട് ചോദിക്കാമെന്ന് പറഞ്ഞാൽ അനിയെ വിളിച്ചിട്ട് വന്ന് വിവാഹ മണ്ഡപത്തിൽ കൊണ്ടുവന്നിട്ട് ഇരുത്തുകയാണ്. അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ട് പോകും. അപ്പം നയന ചോദിക്കുക, എന്താ ആദർശമായിട്ട് ഈ കാണിക്കുന്നത്? നന്ദുവിൻ്റെ പയ്യൻ വരാനുള്ളതല്ലേ, അപ്പോൾ ഇങ്ങനെ അനിയെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയിട്ട് എന്താ കാര്യം? അപ്പോൾ ആദർശ് പറയാണ്, ആ വിവാഹം നടക്കില്ല, ആ പയ്യൻ്റെ സ്വഭാവമൊന്നും അത്ര ശരിയല്ല, അതുകൊണ്ട് ആ വിവാഹം വേണ്ടെന്ന് വെച്ചു. നന്ദുവും അനിയും തമ്മിലുള്ള വിവാഹമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നയന പറയാണ്, ഇത്രയും നേരം ആ പയ്യൻ്റെ സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് ആദർശേട്ടാ, ഇതെന്താ നാടകം കളിക്കുകയാണോ? അനിയെ കൊണ്ട് നന്ദുവിനെ വിവാഹം കഴിപ്പിക്കാനുള്ള നാടകമാണോ ഇത്? അങ്ങനെയാണെങ്കിൽ ആ വിവാഹം നടക്കാനൊന്നും പോകുന്നില്ലെന്നൊക്കെ പറയുക. അപ്പോൾ ദേവയാനി അവിടെ ഉണ്ട് കേട്ടോ. ദേവയാനി ആദർശനോട് പറയുന്നുണ്ട്, ആദർശ, നീ ഇങ്ങനെ നാടകം കളിക്കരുത്, എനിക്ക് വേണ്ടി നീ ഇത്രയും തരം താഴരുത് എന്നൊക്കെ പറയുമ്പോൾ ആദർശ സത്യം പറയാണ്, ആ പയ്യന് അവരുടെ വീട്ടുകാർക്ക് ഈ വിവാഹം വേണ്ട, നന്ദുവിന് സ്വഭാവ ദൂഷ്യമുണ്ടെന്ന് പറഞ്ഞ് അവർ ഈ നിമിഷം വിളിച്ച് പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കെന്താ കുഴപ്പം? ദൈവം നിശ്ചയം അത് തന്നെയായിരിക്കും, അവരല്ലേ സ്നേഹിച്ചത്, അവരൊന്നിച്ച് ജീവിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുക. അങ്ങനെ ഗോവിന്ദനും കനകയും എല്ലാം സമ്മതിക്കുകയാണ് കേട്ടോ അനിയരെയും നന്ദുവിൻ്റെയും വിവാഹത്തിനായിട്ട്. അങ്ങനെ ആ വിവാഹ മണ്ഡപത്തിൽ വെച്ച് ആ മുഹൂർത്തത്തിൽ വെച്ച് തന്നെ അനി നന്ദുവിൻ്റെ കഴുത്തിൽ താലിയൊക്കെ കെട്ടുകയാണ്. അപ്പോൾ ആ സംഭവം എല്ലാം കഴിഞ്ഞ് അത് അനന്തപുരിയിലെല്ലാം അറിയാണ് കേട്ടോ. ജാനകിയൊക്കെ അറിയാം അനി നന്ദുവിനെ വിവാഹം കഴിച്ചു. അപ്പോൾ ജാനകിക്കൊന്നും അത് സഹിക്കാൻ പറ്റുന്നില്ല. ജാനകി പറയുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെയൊക്കെ, എന്തിനാ അനി നന്ദുവിനെ വിവാഹം കഴിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം അനാമിക ഇത് അറിയുമ്പോഴേക്കും അനാമിക നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടുകയാണ് കേട്ടോ. ആ ക്യാൻസലേഷൻ പേപ്പർ ഉണ്ടല്ലോ, ഡിവോഴ്സ് ക്യാൻസൽ ചെയ്തത്, അപ്പോൾ അതുമായിട്ട് ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പറയുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തരണമെന്ന് പറയുകയാണ്. ആ SI ആണെങ്കിൽ അനാമികയുടെ അച്ഛൻ വേണുവിൻ്റെ ഒരു കൂട്ടുകാരൻ കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് കൈ മറന്ന് സഹായിക്കുന്നുമുണ്ട്. അപ്പോൾ പറയാണ്, എന്നെ വിവാഹം കഴിച്ചിട്ട് ഡിവോഴ്സ് ചെയ്ത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒപ്പിട്ടത് ക്യാൻസൽ ചെയ്തിട്ടാണെന്ന്, എന്നിട്ടാണ് അവനിപ്പോൾ ആ നന്ദുവിനെ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇത് ശരിയാവില്ല, അറസ്റ്റ് ചെയ്യണം നന്ദുവിനെയും അനിയെയും. അതുപോലെ ഈ വിവാഹം നടത്തി കൊടുത്തത് അനിയുടെ ചേട്ടൻ ആദർശാണ്, ആദർശിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നന്നായി, അനന്തപുരി പോലെ ഒരു വലിയ വീട്ടിൽ കയറി പെരുമാറാൻ എനിക്കൊരു അവസരം കിട്ടിയതല്ലേ, നിങ്ങളുടെ കയ്യിൽ നിന്ന് സഹായവും വേണം എന്നൊക്കെ പറയുമ്പം അനാമിക പറയാ, വേറൊരു കാര്യം കൂടെ ചെയ്യണം, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പം ആ ആദർശിനെ നല്ല പോലെ ഒന്ന് പെരുമാറണം, അവനെ ഇതിൻ്റെ എല്ലാം പിന്നിൽ, അവന് 2 എണ്ണത്തിന് കുറവുണ്ട്, അവനും അവൻ്റെ ഭാര്യയും കൂടിയാണ് എല്ലാ കളികളും കളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ SI പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ഏറ്റു, എനിക്ക് കിട്ടാനുള്ള പണം കിട്ടിയാൽ എന്ത് വേണേലും ഞാൻ ചെയ്യും, പണമൊക്കെ തരാം എന്നൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. അങ്ങനെ അനിയെയും നന്ദുവിനെയും ആദർശിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്, ലോക്കപ്പിലിടുകയാണ്. ലോക്കപ്പിലിട്ടതിന് ശേഷം അന്ന് രാത്രി ഫുൾ ആദർശ് ഇങ്ങനെ തർക്കിക്കുമ്പം ആദർശിനെ അടിച്ച് പരുവം വരുത്തുകയാണ് SI. ആദർശിനെ നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം ജാമ്യം എടുക്കാനായിട്ട് ദേവയാനിയും നയനയൊക്കെ വരുവാണ്. ജാമ്യം കിട്ടുന്നൊക്കെയുണ്ട്. ജാമ്യം കിട്ടിക്കഴിയുമ്പോഴേക്കും
ആദർശിനെ കണ്ടു കഴിയുമ്പം നയന പൊട്ടിക്കരയാണ്. അതുപോലെ അടിച്ച് അവശനാക്കിയിട്ടുണ്ട് കേട്ടോ ആദർശിനെ. അപ്പോൾ ദേവയാനിയും നയനയൊക്കെ കരഞ്ഞു പോവാണ് ആദർശിനെ ഇങ്ങനെ ചെയ്തിട്ട്. നയന എന്നിട്ട് SIയോട് തട്ടിക്കയറുന്നുണ്ട്. നിങ്ങൾ എന്താ ചെയ്തത്? ഈ മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ പരുവത്തിലാക്കിയത്? ഇതിനൊക്കെ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. നിങ്ങൾ ആരുടെ കയ്യിലെ ചട്ടുകമായാലും ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും എന്നൊക്കെ നയന വെല്ലുവിളിച്ചിട്ട് പോരുവാണ് കേട്ടോ. ആദർശിനെ താങ്ങിപ്പിടിച്ചാണ് അവർ കൊണ്ടുവരുന്നത്. അതേസമയം നന്ദുവും അനിയും കൂടി വരുന്നതും അനന്തപുരിയിലേക്ക് തന്നെയാണ് കേട്ടോ. അനാമികയെ അപ്പം അനന്തപുരി വന്ന് താമസമാക്കിയിട്ടുണ്ട്. ഡിവോഴ്സൊക്കെ ക്യാൻസൽ ചെയ്തതല്ലേ, അതുകൊണ്ട് തന്നെ അനാമികയും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അനാമികയാണ് ആദർശിനെ ഇങ്ങനെ അടിച്ച് അവശനാക്കിയതെന്നുള്ളതും കള്ളക്കേസ് കൊടുത്തതെന്നൊക്കെ അറിയുമ്പം നയന അനാമികയെ നന്നായിട്ട് പെരുമാറുന്നുണ്ട്. അനാമികയോട് പറയുന്നുണ്ട്, നീ കാരണമല്ലേ ആദർശൻ നീ അവസ്ഥ വന്നത്, ഇതിനൊക്കെ നീ മറുപടി പറയേണ്ടി വരും. അനിയുമായിട്ട് വിവാഹം ഡിവോഴ്സ് ചെയ്തിട്ട് പിന്നെ നീ അത് ക്യാൻസൽ ചെയ്ത് കള്ളത്തരത്തിൽ. അതുപോലെ അനന്തപുരിയിൽ ഇതിനു മുമ്പ് നീ ചെയ്ത പല കള്ളത്തരങ്ങളും, പാലിൽ വിഷം ചേർത്ത് വെച്ച് എൻ്റെ ചേച്ചിയെ കൊല്ലാൻ നോക്കിയത്, അങ്ങനെ പല കാര്യങ്ങൾക്കും നീ കോടതിയിൽ ഇനി മറുപടി പറയേണ്ടി വരും. നിനക്കെതിരെ നേരെ മത്സരിക്കുന്നത് ഇനി ഈ നയനയായിരിക്കും എന്നൊക്കെ വെല്ലുവിളിക്കുകയാണ് കേട്ടോ. ഒരെണ്ണം കൊടുക്കുന്നുമുണ്ട് നയന അനാമികയ്ക്കിട്ട്. അങ്ങനെ കാര്യങ്ങൾ പോവാണ്. അതുപോലെ തന്നെ നമ്മുടെ ദേവയാനി അറിയാണ് കേട്ടോ, അനാമികയാണ് ഈ ആദർശിനെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള വിവരം. ദേവയാനി അടിച്ചിറക്കുന്നുണ്ട് അനാമികയെ. ഈ അനന്തപുരിയിൽ നിന്ന് നീ ഇറങ്ങിപ്പോണെന്ന് തന്നെ പറയാണ് ദേവയാനി. എൻ്റെ മോനെ ഈ അവസ്ഥയിലാക്കിയ നീ ഇനി അനന്തപുരിയിൽ ഉണ്ടാവാൻ പാടില്ലെന്ന് അനാമികയോട് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ദേവയാനി. ഒരെണ്ണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അനാമിക അവിടുന്ന് പോകാനുള്ള ഭാവമൊന്നുമില്ല. കാരണം നന്ദു അവിടെയുണ്ട്, അനിയുടെ ഭാര്യയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കനകം പറയുന്നുണ്ട് നന്ദുവിനോട്, മോളെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഇനി നീ അനന്തപുരിയിൽ നിൽക്കണ്ട, നീ തിരിച്ച് നന്ദാവനത്തിലേക്ക് പോരണം. നിൻ്റെ കഴുത്തിൽ അനി താലി കെട്ടിയതെന്നുള്ളത് സത്യം തന്നെയാണ്. നീ ആ താലി അഴിച്ചു വെക്കണം. ആ താലി അഴിച്ചു വെച്ച് നീ തിരിച്ച് വീട്ടിലേക്ക് പോരണം. അല്ലാതെ നിനക്കും അനിക്കും കൂടി സ്വസ്ഥമായിട്ട് ജീവിക്കാനൊന്നും ആ അനാമിക സമ്മതിക്കില്ല. അവൾ ഇതുവരെ ഡിവോഴ്സ് ചെയ്തിട്ടില്ല അനിയെ. അങ്ങനെയുള്ളപ്പം നീ ഈ ചതി പെടരുത് മോളെ. അപ്പം നന്ദു പറയാണ്, ഇല്ലമ്മേ, ഏതായാലും ഈ സമയത്ത് അനി എൻ്റെ കഴുത്തിൽ താലി ഇട്ടുക തന്നെ ചെയ്തു. അതുകൊണ്ട് ഇനി ഈ താലി അഴിച്ചു വച്ചിട്ട് തിരിച്ചു വരാനൊന്നും ഞാനില്ല. ഞാനിവിടെ അനിയോടൊപ്പം അനന്തപുരിയെ തന്നെ താമസിക്കും. അനാമിക ഒരു ചതിയിലൂടെയാണ് ഇക്കാര്യം ചെയ്തത്. അനിയെ പറ്റിക്കുകയാണ് ചെയ്തത്. എന്തായാലും അവൾക്കെതിരെ കോടതിയിൽ കേസിന് പോകുന്നുണ്ട് അനി. ആ കേസ് നമ്മൾ തന്നെ ജയിക്കും. അനിക്ക് ഡിവോഴ്സ് കിട്ടുകയും ചെയ്യും. അനിയുടെ ഭാര്യയായിട്ട് ഞാൻ ഇവിടെ ജീവിക്കുകയും ചെയ്യും. ദൈവനിശ്ചയം ഇതായിരിക്കുമെന്നല്ലേ നിങ്ങളൊക്കെ പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഇങ്ങനൊരു കാര്യം നടന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനും ഈ അനന്തപുരി തന്നെ കാണും എന്ന് പറയാണ് നന്ദു. അങ്ങനെ നന്ദുവും അനന്തപുരിയിലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നന്ദു ഉണ്ടല്ലോ, നന്ദുവിൻ്റെ കഴുത്തിൽ താലിയും കെട്ടിയിട്ടുണ്ട്. അനാമികയ്ക്കാണെങ്കിൽ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഒന്നും കാണാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം അനാമിക ഇങ്ങനെ റൂമിലേക്ക് വരുമ്പം അനിയും നന്ദുവും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് റൂമിൽ. വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അവർ ചിരിച്ച് കളിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനാമികയാണെങ്കിൽ വെളിയിൽ, അവൾക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഇവള് റൂമിൻ്റെ ഉള്ളിലാണല്ലേ, ഇതെങ്ങനെയാലും നിർത്തണം, ഇവിടെ നടിച്ചിറക്കുക തന്നെ ചെയ്യണം. എൻ്റെ ഭർത്താവാണ് ഇവളുടെ ഭർത്താവല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ അനാമിക വാതുക്കെ വന്ന് നോക്കുമ്പോൾ അവർ ഭയങ്കര ചിരിയും കളിയൊക്കെയാണ്. അനാമിക അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. എന്നിട്ട് നന്ദുവിനെ പിടിച്ച് വലിച്ച് മാറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്, എടി നിനക്കെന്താ ധൈര്യം ഈ മുറിയിൽ കയറാൻ നിന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ട് അവൾ ഈ മുറിയിൽ കയറിയത്, നിനക്കെന്ത് അധികാരമാണ് ഈ മുറിയിൽ കയറാൻ? ചതിയും വഞ്ചനയായിട്ട് നടക്കുന്ന നീ ഇനി മേലെ ഈ മുറിയിലേക്ക് കയറാൻ വന്നേക്കരുത് എന്ന് പറയണം. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് ഇപ്പോൾ അനിയുടെ ഭാര്യ, അതുകൊണ്ട് നിനക്ക് യാതൊരു അവകാശവും ഇല്ല. നീ ഇനിയും അകത്ത് പോകണ്ടെങ്കിൽ നീ ഈ അനന്തപുരിയിൽ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങണം. എടി നാണമില്ലല്ലോ നിനക്ക്, നീ ഈ താലിമാലയൊക്കെ അഴിച്ചു വെച്ച് നിൻ്റെ വീട്ടിലേക്ക് പോടി എന്ന് നന്ദുവിനോട് പറയുകയാണ് അനാമിക.
അപ്പോൾ ഉടനെ തന്നെ നന്ദു പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പോകാനൊന്നും ഇനി ഉദ്ദേശിച്ചിട്ടില്ല. നീ ചതിയിലൂടെ കാര്യങ്ങൾ ചെയ്യുമ്പം എനിക്കും അങ്ങനെ അറിയാം. അനി എൻ്റെ കഴുത്തി കെട്ടിയ താലിയാണെങ്കിൽ ഇത് ഈ കഴുത്തി തന്നെ കിടക്കും. അത് ഊരി വച്ചേച്ച് എൻ്റെ വീട്ടിലേക്ക് പോകാനൊന്നും ഞാൻ പോകുന്നില്ലെന്ന് പറയുക. അങ്ങനെ നന്ദുവും അത് അനാമികയും തമ്മിൽ അവിടെ ഒരു യുദ്ധം നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. നയനയും അനിയും ഒക്കെ കേസ് കൊടുത്ത് അനാമിക അതിൽ പരാജയപ്പെട്ട് അനിക്ക് ഡിവോഴ്സ് കിട്ടുക, നന്ദു അനിയും ഒരുമിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല അടിപൊളി എപ്പിസോഡുകൾ വരാനായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്